മലപ്പുറം അരീക്കോട് തെരട്ടമ്പലിൽ ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്ന് പ്രയോഗിച്ച് അപകടമുണ്ടാക്കിയതിൽ കേസെടുത്ത് പോലീസ്. സംഘാടക സമിതിക്കെതിരെയാണ് കേസെടുത്തത്. പടക്കം പൊട്ടിത്തെറിച്ചും തിക്കിലും തിരക്കിലും പെട്ട 47 പേർക്കാണ് പരിക്കേറ്റത്. അരീക്കോട് തെരട്ടമ്മലിൽ നടന്ന അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇന്നലെ രാത്രിയായിരുന്നു ജനകീയ കമ്മിറ്റി നടത്തുന്ന സെവൻസ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം. മത്സരത്തിന് തൊട്ടു മുൻപ് ചൈനീസ് പടക്കങ്ങൾ ഉപയോഗിച്ച് കരിമരുന്ന് പ്രയോഗം. ഇതിൽ ഒരു ബോക്സ് പടക്കം മറിഞ്ഞു വീണ് ദിശ തെറ്റി ഗാലറിയിലേക്ക് വീണ് പൊട്ടിത്തെറിച്ചു. കുട്ടികൾക്കാണ് കൂടുതലും പരിക്കുപറ്റിയത്. പൊള്ളലേറ്റതിനു പുറമെ ആളുകൾ ചിതറിയോടിയതിനെ തുടർന്നും പരിക്കുപറ്റി. 47 പേർ ചികിത്സ തേടി. ഇതിൽ 3 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. ആരുടെയും നില ഗുരുതരമല്ല. വീണ്ടും കളി പുനരാരംഭിച്ചെങ്കിലും കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് കയറിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥയുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കിയത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് 24-നോട്. ഫയർഫോഴ്സിന്റെ ഉണ്ട്, പോലീസ്, അതുപോലെ PWD എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അനുവാദത്തോടു കൂടി തന്നെയാണ് ടൂർണമെന്റ് നടത്തിയിട്ടുള്ളത്. ഒരാൾക്കും അത് പരാതി പറയാൻ കഴിയില്ല. അലക്ഷ്യമായി പടക്കം ഉപയോഗിച്ചതിനും അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗം നടത്തിയതിനും അരീക്കോട് പോലീസ് കേസെടുത്തു. 3 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ മാറ്റിവെച്ച ഫൈനൽ മത്സരം മറ്റൊരു ദിവസം നടത്തുമെന്നാണ് സംഘാടക സമിതി അറിയിക്കുന്നത്. 24 മലപ്പുറം.